ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെറിയൊരു സെൽഫ് ഹെഡിങ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പം സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഇതാണ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡെയിലി ചെറിയ സെൽഫ് ടാസ്കുകൾ വരുന്നുണ്ട്. ഓക്കെ, ഒരു 30 ടാസ്ക് ഡെയിലി നിങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട്. ആ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള മാത്ത് പ്രോബ്ലംസ് ജസ്റ്റ് ആൻസർ ചെയ്താൽ മതി. അങ്ങനെ 30 എണ്ണം ഉണ്ട്. 30 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് കിട്ടും. നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്തെടുക്കാം. പേടിഎമ്മിലോട്ട് നിങ്ങളുടെ UPIയിലോട്ടും ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. മിനിമം വിഡ്രോയിൽ വെറും 3 രൂപ മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ യൂസ് ചെയ്യാം. ചെറിയ ഏണിങ്സ് ഡെയിലി നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അവിടെ അടുത്ത് പണി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. നേരെ വീഡിയോ അതിനുമായിട്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് ക്ലാസ് 12 ഫിസിക്സ് NCERT ബുക്ക് എന്നൊക്കെ. ഓക്കെ, അങ്ങനെയാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ജസ്റ്റ് ബുക്കൊക്കെ പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ നമുക്കതിൽ ഏണിംഗ് ഓപ്ഷൻ വേറെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് കുറച്ച് സൈസ് വരുന്നുണ്ട് ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, സാധാരണ വല്ല ഒരു 50 MB മുകളിലുണ്ടെന്ന് തോന്നുന്നതിൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റീഡ് ബുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സൈഡ് ബാർ ക്ലിക്ക് ചെയ്യുക. മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു സൈഡ് ബാർ കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇപ്പോൾ ഒരു ഹോം കാണാൻ പറ്റും, ഹോം ബട്ടൺ. ഓക്കെ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സൈൻ ഇൻ ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ അതുപോലെ നമ്പർ പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ആകും. അതിനുശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മൾ ഏണിംഗ് പേജ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഹോമിലോട്ട് തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ആ ഒരു ഏണിംഗ് പേജിലോട്ട് വരുന്നത്. ഓക്കെ, സോ ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഹോം പേജ്, അതായത് ഈ ഏണിംഗ് പേജ് വെൽക്കം ടു ഏണിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് കാണാൻ മുകളിലായിട്ട്. ഓക്കെ, അപ്പോഴായിട്ട് നമുക്ക് ഒരുപാട് ഏണിംഗ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് റെഡീം ടു യുവർ കോയിൻ ടു ഗെറ്റ് മണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് റെഡീം പേജിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ 450 കോയിൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് UPI വിഡ്രോ നോക്കാൻ തന്നെ കാണാൻ പറ്റും. മിനിമം 450 കോയിൻസ് എങ്കിൽ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇന്നത്തെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ടാസ്ക് എൻ്റെ ഏൺ മണി എന്നുകൊണ്ട് ഫസ്റ്റ് കാണാൻ പറ്റും. ജസ്റ്റ് അത് മാത്ത് പ്രോബ്ലംസ് ആണ് അതിൽ വരുന്നത്. പക്ഷേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. നമ്മളിപ്പോൾ 30 ടാസ്ക് നമുക്ക് ഡെയിലി വരുന്നുണ്ട്. ഓക്കെ, 30 എണ്ണത്തിൽ ഞാൻ 5 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്കിനി 25 എണ്ണം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1+2 എത്രയാണ് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. 3 ആണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയൊരു ബഗ് ട്രിക്ക് കൂടി ഉണ്ട്. അതായത് ആഡ് വന്നിട്ടുണ്ടെങ്കിൽ ആഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, ആഡ് ക്ലോസ് ചെയ്തതിന് ശേഷം കാണിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഓക്കേയിൽ ക്ലിക്ക് ചെയ്യാൻ ഒരു കൗണ്ട് ഡൗൺ കാണാൻ പറ്റും. ഒരു 10-11 സെക്കൻഡ് ഒരു കൗണ്ട് ഡൗൺ ഉണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാനായിട്ട് ചെറിയൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എന്താ ഇവിടെ ആയിട്ട് അടുത്തത് ഇപ്പോൾ 9+9 എത്രയാണ് 18. ഓക്കെ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താണ്. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 5 സെക്കൻഡ് ആഡ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കൗണ്ട് ഡൗൺ ഒരു 10-15 സെക്കൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര വെറുപ്പിക്കലാണ്. ഓക്കെ, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതുപോലെ വന്നിട്ട് ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. എല്ലാ ഫോണിലും ഉണ്ടാവും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീനിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഫ്ലോട്ടിംഗ് വിൻഡോയിൽ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അത് ആ ഒരു ആഡ്, അതായത് ആ ഒരു കൗണ്ട് ഡൗൺ അവിടെ സ്കിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, കൗണ്ട് ഡൗൺ ഇല്ല. അതിന് ശേഷം അടുത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 3+4 എത്രയാണ് 7. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ലോഡാവും. അപ്പോൾ ആഡ് എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആഡ് എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് വാച്ച് ചെയ്യാം. ശേഷം ഞാൻ ഇതുപോലെ സ്കിപ്പ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഫ്ലോട്ടിംഗ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൗണ്ട് ഡൗൺ കഴിഞ്ഞു. ഓക്കെ, സിമ്പിൾ ട്രിക്കാണ്, ചെറിയൊരു ബഗ് ട്രിക്കാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലെ ടാസ്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 5+6 എത്രയാണ് 11. ഓക്കെ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആഡ് വരും. ആഡ് എപ്പോഴും ഉണ്ടാവും. 5 സെക്കൻഡ് ആഡ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡ്സും വരാറുണ്ട്. ജസ്റ്റ് അത് സിമ്പിളായിട്ട് സ്കിപ്പ് ചെയ്ത് കളയാം. സ്കിപ്പ് ചെയ്തതിന് ശേഷം കൗണ്ട് ഡൗൺ വന്നു. ഇനിയിപ്പോൾ നിങ്ങളിൽ ഫ്ലോട്ടിംഗ് വിൻഡോ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഇടുക. സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ശേഷം ഒന്നുകൂടി ഓപ്പൺ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും. ഒരു ഇത് പോയിട്ടുണ്ട്. 6 അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 6+0 ആണ് ചോദിക്കുന്നത്. അപ്പോൾ 6 ആണ്. 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ ചെയ്തു. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനായിട്ട് ഇൻസ്റ്റാൾ ടാസ്ക് വരുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റാൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ്. അങ്ങനെയല്ല, ജസ്റ്റ് സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ബാക്ക് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. നിങ്ങൾ ഇതുപോലെ 30 കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്തത് ഇൻസ്റ്റാൾ ടാസ്ക് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ആഡ് വരുമ്പോൾ ആ ഒരു ആഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ജസ്റ്റ് KB മാത്രം സൈസ് വരുന്ന ഏതെങ്കിലും ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്ക് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഏണിംഗ് ഓപ്ഷൻ വെച്ചാൽ കംപ്ലീറ്റ് ടാസ്കിൻ്റെ ഏൺ മണി എന്നുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടാസ്ക് 2, 3, 4, 5 അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ടാസ്ക് 2 ലൈവ് ക്ലിക്ക് ചെയ്യുക. ലൈവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വേറെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് വേറെ പേജിലോട്ട് പോകും. അപ്പോൾ 10 കോയിൻസ് കൊടുത്ത് നിങ്ങൾക്ക് കിട്ടും. അവരായിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് എന്താണ് ആ ഒരു ആപ്പ്, ഈ ഒരു മൻകാരി ഗെയിം എന്ന് പറഞ്ഞ ആപ്പ്
പ്രീ രജിസ്റ്റർ ചെയ്യാനായിട്ടാണ് വരുന്നത്. നമ്മളൊന്നും ചെയ്യണം, ജസ്റ്റ് കളക്ട് നൗവിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും 10 കോയിൻസ് ആഡ് ആയിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ മതി, അത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ശരിക്കും ആ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നില്ല. ശേഷം നമുക്ക് അടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങളിത് ഫുള്ള് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യണം, അല്ല സോറി, ഇത് വീഡിയോ ക്ലിക്ക് ടാസ്ക് ആണ് വരുന്നത്. പക്ഷേ അതിൽ കയറിയിട്ട് ക്ലിക്ക് ടാസ്ക് ഉണ്ടാവും, അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അവർ പറയുന്ന പോലെ ജസ്റ്റ് വെബ്സൈറ്റിൽ കയറാനല്ല, അത് കയറാം. പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കോയിൻസ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 40 കോയിൻസ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു എത്രയാണ് 80 കോയിൻസോളം ഇവിടെ നിന്ന് ഏൺ ചെയ്യാം. ഇത് ഇവിടുത്തെ ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കോയിൻസ് നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ ഏണിംഗ് ഓപ്ഷൻസ് വരുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതിൽ ഏണിംഗ് ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, പിന്നെ ഇവിടെ പ്രോമോ കോഡ് എൻ്റർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താലാണ് കിട്ടുന്നത്. നിങ്ങൾ ജസ്റ്റ് വേണം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് വിഡ്രോയിൽ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് ഒരു റെഡീം യുവർ കോയിൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം വിഡ്രോയിൽ 3 രൂപയാണ്. 3 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 450 കോയിൻസ്. ഓക്കെ, 450 കോയിൻസിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ജസ്റ്റ് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ നെയിമും നമ്പർ UPI ID ഇതും 3 കൊടുത്തതിന് ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം പിന്നെ 1150 കോയിൻസിൽ 10 രൂപ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ, പേയ്മെൻറ്റുകളൊക്കെ പക്കയായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് ആണെങ്കിൽ 1100 കോയിനിൽ 10 രൂപ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ബാങ്ക് ട്രാൻസ്ഫർ ഇപ്പോൾ അവൈലബിൾ അല്ല, കമ്മിങ് സൂൺ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ വിഡ്രോയിൽ കാര്യങ്ങളും വരുന്നത്. നല്ലൊരു ആപ്ലിക്കേഷനാണ്, താല്പര്യമുള്ളവർ യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.